മുസ്ലിം ലീഗ് UDF ഒരു നിർണായക ശക്തിയാണ്. അത് പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് തന്നെ പറയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികാരം കിട്ടണം, അധികാരത്തിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ LDF പോയാലും അവർക്ക് സ്പേസ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് പുറത്തു നിൽക്കുകയാണ്. ഇനി അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തരത്തിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം സമുദായം ഒന്നടങ്കം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ കുടക്കീഴിൽ ഒന്നിച്ചിരിക്കുകയാണ്. തീവ്ര സ്വഭാവമുള്ള ജമാഅത്തെ ഇസ്ലാമി ആയാലും അതുപോലെ തന്നെ SDP, വെൽഫെയർ പാർട്ടി, ഇതെല്ലാം ലീഗിൻ്റെ കുടക്കീഴിൽ ഒന്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPM ആകെക്കൂടെ ഒരന്താളിപ്പുണ്ട്. അതായത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് യാതൊരു തരത്തിലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിന് വേണ്ടി അയ്യപ്പ സംഗമം നടത്തിയത്. അത് വൻ തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയുമാണിപ്പോൾ. ഈ അവസരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം ലീഗിനെയും മലബാറിനെതിരെയും അതിശക്തമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ അവരുടെ തന്നെ മാസികയായ യോഗനാഥത്തിൻ്റെ മാനേജിങ് എഡിറ്റർ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം അതിലൊരു ലേഖനം എഴുതിയിരിക്കുകയാണ്. ആ ലേഖനം ഇന്നത്തെ പ്രധാനപ്പെട്ട ചില പത്രങ്ങളുടെ എഡിറ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മതേതര പൊയ്മുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിന് ഒരു മതേതര സ്വഭാവമില്ല എന്നുള്ളതാണ് സ്ഥാപിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് പ്രഖ്യാപിത ലക്ഷ്യമെന്നുള്ളത് ഒരുപക്ഷെ ഏവർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, സമ്പന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പന്നരായ നേതാക്കൾ നയിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്ന തിരിച്ചറിവ് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും വേണം. പാവപ്പെട്ട മുസ്ലിങ്ങളെ അപ്പോൾ മനസ്സിലാക്കണം, ആ ഒരൊറ്റ വരിയിലൂടെ ലീഗിനകത്ത് ഒരു പിളർപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. വോട്ട് ബാങ്ക് എന്ന അവരുടെ വിൽപ്പന ചരക്കാണ് നിങ്ങൾ. നിങ്ങളുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന കുളയട്ടയാണ് മുസ്ലിം ലീഗ്. വെള്ളാപ്പള്ളി ആരുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് ഇത്രയും കാലമായിട്ട് കൊഴുത്ത് വളർന്നു വന്നിരിക്കുന്നത്? അത് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട് ലീഗിനെ ഇത്രത്തോളം ലീഗ് LDF വരും എന്നൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നിന്നു. 2021 തുടക്കത്തിൽ ഏറെക്കാലം ഇത് ചർച്ച ചെയ്യപ്പെട്ടു. പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയുമായിട്ടായിരുന്നു ചർച്ച മുഴുവനും. ഇവർ തമ്മിൽ രണ്ടിടങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും വ്യക്തമായ തരത്തിൽ അന്തർധാരയുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. 100 കണക്കിന് ഹിന്ദുക്കളെ കൊന്നുതള്ളിയ, ക്ഷേത്രധ്വംസനങ്ങൾ നടത്തിയ, മലബാർ കലാപം നടന്ന മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പാർട്ടിയാണ് ലീഗ് എന്ന ബോധ്യം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം മറന്നുപോയതാണ്. അവർ ചെയ്ത തെറ്റ്. നവതിയിലെത്താറായെങ്കിൽ ഇപ്പോഴും ഈ ലീഗിന് കേരളത്തിനപ്പുറം ബാലികേറാമലയായത് അന്യ സംസ്ഥാനക്കാർക്ക് ഇവരുടെ തനിനിറം മനസ്സിലാകുന്നതിനാലാണ്. ഇവര് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് 2019 കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് മത്സരിച്ച് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് കൽപ്പിച്ചു പോയത്? ഇപ്പോൾ ഡൽഹിയിൽ ഇവർക്കൊരു ആസ്ഥാന മന്ദിരമില്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ നീക്കം എന്തിനു വേണ്ടിയാണ്? ലീഗിന് ചില പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ലീഗിന് ഇത്തരത്തിൽ പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ്. പേരിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഘടനയിലും എന്തിന് വേഷത്തിൽ പോലും മതം കുത്തി നിറച്ച മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലില്ല. അവിഭക്ത ഭാരതത്തിൽ രൂപീകരിക്കപ്പെട്ട സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ സ്വാതന്ത്ര്യാനന്തര രൂപമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 2 പ്രസ്ഥാനങ്ങളുടെയും ലക്ഷ്യം മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കലാണ്, അല്ലാതെ എല്ലാ ജനങ്ങളെയും അവകാശ സംരക്ഷണം അല്ല എന്നാണ് പറയുന്നത്. 1948 ചെന്നൈയിൽ രൂപമെടുത്ത
ശേഷം ഇന്നത്തെ ലീഗ് മുൻ ലീഗിന്റെ പാതയിലൂടെ തന്നെയാണ് പോകുന്നത്. പഴയ പശ്ചാത്തലമെല്ലാം ജനം മറന്നെന്നാണ് ഇപ്പോഴത്തെ ലീഗ് നേതാക്കളുടെ വിചാരം. നമുക്കറിയാം ഈ ലീഗിനെ വളർത്തിയത് ആര് എന്നുള്ളതൊക്കെ കൃത്യമായി അറിയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ലീഗിന്റെ നേരെ ഇത്ര കയർത്തു നിൽക്കുന്നത്? ഞാൻ ലീഗിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല. ലീഗിന്റെ നേരെ ഇപ്പോൾ കയർത്തു നിൽക്കുന്നതിന്റെ കാരണം LDF-നോട് യാതൊരു തരത്തിലുള്ള ചായവുമില്ല. UDF-ൽ നിൽക്കുന്നു. UDF-ൽ അധികാരത്തിൽ വരുമ്പോൾ ലീഗ് കേരളത്തിലെ നിർണായക ശക്തിയായി മാറും. ഈ ലേഖനത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വരെയാണ് ലീഗ് നോട്ടമിട്ടിരിക്കുന്നത്. നോട്ടമല്ല, അവരത് യാഥാർത്ഥ്യമാക്കും. ഇനി അഥവാ UDF തോൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ സീറ്റ് കൂടുതൽ ലീഗിനായിരിക്കും വിജയിച്ച് വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ലീഗിലേക്ക് വരെ പോകും. അപ്പോൾ ലീഗ് എത്രത്തോളം ശക്തമായി എന്നുള്ളത് മനസ്സിലാക്കണം. ലീഗിനെ വളർത്തിയതിലും LDF-നും പങ്കുണ്ട്. ഈ SDPI ആയാലും ഈ പോപ്പുലർ ഫ്രണ്ട് ആയാലും ഈ PDPI ഒക്കെ തിരുത്തിയിട്ടില്ലേ പിണറായി വിജയൻ? അന്ന് എന്താണ് VS എന്താണ് പറഞ്ഞതിനെതിരെ കടുത്ത തീരുമാനമെടുത്തതല്ലേ? അന്ന് VS-നെ ഒറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയില് മദനിയുമായിട്ട് തന്നെ ഒരു വേദി പങ്കിട്ടില്ലേ? അപ്പോൾ എന്താണ്, കിട്ടാതെ വരുന്ന അവസരത്തിൽ മുന്തിരിങ്ങ പുളിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയൻ രണ്ട് വശത്തുമായിട്ട് ഈ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെ എടുത്തു വച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഏതായാലും മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോയിട്ടുള്ള ഹൈന്ദവ വോട്ടുകൾ കൊണ്ട് വരണം. എന്നിട്ട് കേരളത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിട്ട് ഒരു 50 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാക്കണം. ഈ ത്രികോണ മത്സരം ഉണ്ടാക്കുന്ന വേളയിൽ അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ CPM-ന് കഴിയും. കാരണം ഒരു 20 സീറ്റിലേക്ക് എത്തിക്കരുത് ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ മണ്ഡലങ്ങളിലെ നിയമസഭ. അത് UDF-ന് എത്തിക്കരുത്. അങ്ങനെ എത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭരണം LDF-ലേക്ക് കൊണ്ടുവരാം എന്നാണ് CPM കരുതുന്നത്. കാരണം എപ്പോഴും കേരളം ആര് ഭരിക്കുന്നു അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന 2 ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് മുഴുവൻ തീർത്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലേഖനത്തിന്റെ പ്രാധാന്യം വന്നിരിക്കുന്നത് മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു സമ്പന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പന്നരായ നേതാക്കൾ നയിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്ന തിരിച്ചറിവ് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണം. അപ്പൊ പാവപ്പെട്ട മുസ്ലിങ്ങളോടാണ് വെള്ളാപ്പള്ളി നടേശന് വലിയൊരു അനുകമ്പ തോന്നിയിരിക്കുന്നത്. അവരുടെ കഷ്ടതയിലാണ്. അതായത് മലബാർ മേഖലയിലുള്ള ഇടങ്ങളിലൊക്കെ വെള്ളാപ്പള്ളി നടേശൻ സന്ദർശിച്ച് അവിടുത്തെ അവരുടെ എത്രത്തോളം സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചൊരു സർവേ പോലും നടത്തി എന്നൊരു സംശയമുണ്ട്. അങ്ങനെ യോഗനാഥം എന്തായാലും അത് ചെയ്തത് നല്ലതാണ്. കാരണം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ എത്രത്തോളം ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും എത്രയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ. അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നതും നല്ലത് തന്നെയാണ്. അല്ലാതെ മുസ്ലിം വിഭാഗത്തിനോടുള്ള ഒരു പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ ഈ പോയിരിക്കുന്നത്. ആ വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ലേഖനത്തിന്റെ അവസാനം പറയുന്നുണ്ട്, അവസരവാദി രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായ ലീഗ് നാളെ ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും ആരും അത്ഭുതപ്പെടില്ല എന്ന്. മുസ്ലിം വോട്ട് ബാങ്കിന്റെ മൊത്തക്കച്ചവടം പേടിച്ചാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ലീഗിനെയും ഷാജിയെ പോലെയുള്ള നേതാക്കളെയും ചുമക്കുന്നത്. ചത്ത കുതിരയെന്ന് നെഹ്റു വിശേഷിപ്പിച്ച ലീഗ് വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി പദത്തിൽ എത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ. അധികാരത്തിന്റെ ശീതളമയിലും ആർഭാടത്തിലും കൊള്ളയിൽ നിന്ന് 9.5 വർഷം അകന്ന് നിൽക്കുമ്പോഴും ഉള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ നേർക്ക് തീർക്കാൻ ശ്രമിക്കരുത് ലീഗുകാരെ എന്നാണ് പറയുന്നത്. കേരളത്തിലെങ്കിലും
മതരാഷ്ട്ര സ്ഥാപനമാണ് നിങ്ങളുടെ സ്വപ്നമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ്. ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാം, മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ വെള്ളാപ്പള്ളി കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ LDF വേണ്ടി, പിണറായി വിജയന് വേണ്ടി തയ്യാറാക്കിയ ഒരു ലേഖനം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ മതേതര പൊയ്മുഖം എന്ന ലേഖനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.